ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമോസ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും മസാലയ്ക്ക്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് സവാള ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഫില്ലിങ്സ് അതിൽ നിറക്കുമ്പോൾ വലുതായാൽ ഒന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളി ഒക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്നിന് കടിക്കാൻ പാകത്തിൽ വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇനി ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പിന്നെ ഇത് ചിക്കൻ സമൂസയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഞാനിവിടെ സമോസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഫില്ലിങ്സ് നിറച്ചിട്ട് സമോസയുടെ ആ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഷേപ്പിൽ എല്ലാതും ആക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എല്ലാതും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നിങ്ങൾ എന്തിലാണോ, വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ, ഓയിലാണെങ്കിൽ ഓയിൽ എടുത്തിട്ട് അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടാക്കണം. നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടെടുത്ത് വറുത്ത് മാറ്റിയെടുക്കുകയാണ്. ഇത് കരിയാതെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു കളറാകുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സമോസ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.